അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് ഏറ്റവും ഒടുവിൽ നാം പഠന വിധേയമാക്കാൻ ശ്രമിച്ചത്. അവിടെ കാണുന്ന ചില പദങ്ങൾ, പൗലോസ് അപ്പോസ്തലന്റെ ചില പദങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി. അതിലൊരു പ്രധാന വാക്ക് അവിടെ കണ്ടത് നത്തിങ് ഐ ഷാൽ ബി അഷൈംഡ്, ഞാൻ ഒന്നിലും ലജ്ജിച്ച് പോകാതെ കർത്താവിനെ സാക്ഷിക്കുന്നതിൽ, യേശുവിന് വേണ്ടി ജീവിക്കുന്നതിൽ, യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു വിധത്തിലും ലജ്ജിക്കുന്നില്ല. ദൈവവചനത്തിൽ നാം ലജ്ജിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. വചനത്തിൽ പറയുന്ന ലജ്ജിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. അതുപോലെ ദൈവം നമ്മെ ലജ്ജിക്കാൻ അനുവദിക്കയില്ല എന്ന് ബൈബിൾ നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു. ഇന്ന് അതേ വാക്യത്തിൽ തന്നെ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം രണ്ടാമതായി കാണുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധയെ നമുക്ക് കേന്ദ്രീകരിക്കാം. അത് ഇങ്ങനെയാണ്: ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ കാണുവാനായിട്ട് കഴിയുന്നത് ബട്ട് വിത്ത് ഓൾ ബോൾഡ്നെസ്, വിത്ത് ഓൾ ബോൾഡ്നെസ്, പൂർണ്ണ ധൈര്യം, സർവധൈര്യം, അല്ലെ, വിത്ത് ഓൾ ബോൾഡ്നെസ്. ഈ ആത്മീയ ധൈര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനം കൂടെയാണ്. അല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള ധൈര്യത്തെക്കുറിച്ച്, സാധാരണഗതിയിലുള്ള ഒരു ധൈര്യത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ദൈവം നൽകുന്ന അസാധാരണമായ ധൈര്യത്തെക്കുറിച്ചാണ് ഈ പദത്തിൽ പൂർണ്ണ ധൈര്യം കൊണ്ട് എന്നതിലൂടെ വിത്ത് ഓൾ ബോൾഡ്നെസ് എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അല്ലാതെ ലോകപ്രകാരം നമുക്ക് ധൈര്യപ്പെടാനായിട്ട് വിഷയങ്ങൾ ഒന്നുമില്ല. ലോകം നമുക്ക് അനുകൂലമല്ല, നിയമങ്ങൾ നമുക്ക് അനുകൂലമല്ല. നമുക്ക് പല കാര്യങ്ങളിലും ഫേവർ ആയിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിയമം എപ്പോഴും ലോകത്തിന്റെ വശത്താണ് നിൽക്കുന്നത്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. വിശുദ്ധിക്കായി, ദൈവവചന സത്യങ്ങൾക്കായി, ഉപദേശങ്ങൾക്കായിട്ടൊക്കെ നിലകൊള്ളുന്നവരുടെ കൂടെ പലപ്പോഴും നിയമങ്ങൾ പോലും നിൽക്കത്തില്ല. നമ്മുടെ മാതൃരാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കരുത് എന്ന് വാശി പിടിക്കുന്ന ചിലർ വാദിക്കുന്ന ഒരു വിഷയമാണ്, നിങ്ങൾ യേശു രക്ഷകൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, യേശു ദൈവം എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം ദൈവം എന്ന് പറയുന്നതിനാണ് ഞങ്ങൾക്ക് പ്രശ്നമുള്ളത്. അത് വേണ്ട. അപ്പോ നമുക്കത് പറയാതിരിക്കാനും പറ്റത്തില്ല. കാരണം ദൈവം നൽകിയിരിക്കുന്ന ഏക രക്ഷാ മാർഗം യേശുക്രിസ്തുവാണ്. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ വെല്ലുവിളിയുടെ നടുവിൽ ലോകത്തെല്ലായിടത്തും എല്ലാ കാലഘട്ടത്തിലും സുവിശേഷത്തിന് വിരോധമായി ഉയർന്നിട്ടുള്ള പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവജനം, ദൈവസഭ, സുവിശേഷകന്മാർ, മിഷണറിമാർ പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ നിലകൊണ്ടത് പരിശുദ്ധാത്മാവ് അവർക്ക് ധൈര്യം നൽകിയതിനാലാണ്. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും ഒക്കെ സുവിശേഷം പ്രസംഗിച്ച് സഞ്ചരിച്ചപ്പോൾ, യെരുശലേമിലൊക്കെ പ്രസംഗിച്ചപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകതകൾ നമുക്ക് കാണാം. ഒന്ന്, അവർ പഠിപ്പില്ലാത്തവരെന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു, അക്കാഡമിക്കൽ നോളജ് അവർക്കില്ലായിരുന്നു, റിലീജിയസ് സ്റ്റഡി അവർ ചെയ്തിട്ടില്ല, തിയോളജിക്കൽ സ്റ്റഡി അവർ ചെയ്തിട്ടില്ല. അന്ന് പ്രത്യേകിച്ച് റബിമാരുടെയൊക്കെ അടുക്കൽ ഇരുന്ന് പഠിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ യെരുശലേമിലുള്ള മത റിലീജിയസ് യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. മറ്റൊന്ന്, അവര് യേശുവിനോട് കൂടെ ആയിരുന്നവരാണ്. അതാണ് അവരെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രത്യേകത. ഇവർക്ക് വിദ്യാഭ്യാസമില്ല, പക്ഷെ ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നു. അടുത്ത് പറയുന്നത് അവരുടെ ധൈര്യം കാണുകയാൽ ആശ്ചര്യപ്പെട്ടു എന്നാണ്. ദയർ ബോൾഡ്നെസ്. ആ ധൈര്യം അവർക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? ഇത് പരിശുദ്ധാത്മാവ് നൽകിയ ധൈര്യമാണ്. പത്രോസും യോഹന്നാനും മറ്റ് കൂടെ ഉണ്ടായിരുന്ന യേശുവിന്റെ മറ്റ് ശിഷ്യന്മാരും അവരിൽ പലരും യേശുവിനെ ക്രൂശിക്കുന്ന ആ പീഡാവേളയിലും യേശുവിനെ ന്യായപീഠത്തിന്റെ മുൻപാകെ
ന്യായാസനത്തിന് മുൻപാകെ കൊണ്ടുപോകുന്ന വേളയിലും യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും ചിതറിപ്പോയി, ഓടിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി യേശു മരിച്ച് അടക്കം ചെയ്യപ്പെട്ടിരിക്കുമ്പോഴും ഇവരെല്ലാം വാതിലടച്ച് വീടിനകത്തായിരുന്നു. കാരണം ഭയമാണ്. അവരെയും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ശിഷ്യന്മാരെന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കുമെന്നുള്ള ഭയം കാരണം അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. അത് ദിവസങ്ങളോളം തുടർന്നു. 40 നാളോളം കർത്താവ് പല സ്ഥലത്ത് വെച്ച് അവർക്ക് പ്രത്യക്ഷനായി താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. യേശുവിന്റെ മരണശേഷം 40 നാളോളം ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് പ്രത്യക്ഷനായി താൻ ജീവനോടിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആമേൻ. അവരോട് പരിശുദ്ധാത്മാ നിറവിനായി കർത്താവിൽ നിന്ന് കേട്ട ആ വാഗ്ദത്തം, ആത്മവാഗ്ദത്തം, പരിശുദ്ധാത്മ വാഗ്ദത്തം ലഭിക്കാനായി യെരുശലേമിൽ നിന്ന് മടങ്ങിപ്പോകാതെ അവിടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവർ യെരുശലേമിൽ കാത്തിരുന്നു. എന്നാൽ പരിശുദ്ധാത്മ അവരുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവർ തികച്ചും മറ്റു ഒരു വ്യക്തിയായി, ഓരോരുത്തരും വേറൊരു വ്യക്തി എന്നതുപോലെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു, സംസാരിക്കാൻ ആരംഭിച്ചു. അവരെ പിടിക്കുകയും തല്ലുകയും ഉപദ്രവിക്കുകയും കെട്ടിയിടുകയും തടവറയിലാക്കുകയും ഒക്കെ ചെയ്തവരുടെ മുന്നിൽ ഒരു മടിയും കൂടാതെ, ഭയം കൂടാതെ അവര് യേശുവാണ് മിശിഹ എന്നും യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും വീണ്ടും തന്റെ അടുക്കൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്നു എന്നും ഒക്കെ ധൈര്യത്തോടെ അവർ പ്രസംഗിച്ചു. അതിന്റെ കാരണം അവരിൽ പരിശുദ്ധാത്മാവ് നിറയുകയും പരിശുദ്ധാത്മാവ് അവർക്ക് ധൈര്യം നൽകുകയും ചെയ്തതാണ്. ആ ധൈര്യത്തിനൊരു മറുവശം കൂടെയുള്ളത്, അവർ അവരുടെ ജീവനെ സ്നേഹിച്ചില്ല, അവരുടെ പ്രാണനെ അവർ സ്നേഹിച്ചില്ല. ഈ ഭൂമിയിലെ ജീവനേക്കാൾ നിത്യജീവനിലാണ് അവർക്ക് ഉറപ്പുണ്ടായിരുന്നത്. ഈ ഭൂമിയിൽ മരണം നേരിട്ടാലും ഞങ്ങൾ അതോടെ അവസാനിക്കുന്നില്ല, നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമെന്നുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു സാധാരണഗതിയിലുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ധൈര്യമല്ല. ഒരു ന്യായപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളെല്ലാം എനിക്ക് അറിയാം, എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയാം എന്ന ഒരു വക്കീലിന്റെ ഒരു അഭിഭാഷകന്റെ ധൈര്യമല്ല അവരിൽ വ്യാപരിച്ചത്. ഞങ്ങൾ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും സംസാരിക്കേണ്ടത് എന്ത് എന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിത്തരുമെന്ന് യേശു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം പോലെ ഞങ്ങളുടെ നാവിൽ ദൈവം കൂടിയിരുന്ന് സംസാരിക്കുമെന്നുള്ള ധൈര്യമാണ് ന്യായപീഠങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിനെ സാക്ഷിക്കാൻ അവരെ പ്രാപ്തരാക്കിയത്. ഇത് തന്നെയാണ്, ഈ ധൈര്യം തന്നെയാണ് പൗലോസ് അപ്പോസ്തലനും ഇവിടെ പറയുന്ന ധൈര്യം, സ്പിരിച്വൽ ബോൾഡ്നെസ്. ഹല്ലേലൂയ, ആമേൻ. ഈ ധൈര്യം എങ്ങനെയാണ് പ്രാപ്യമായത്? ഇത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഈ ധൈര്യം ആമേൻ ലഭ്യമായത് അല്ലെങ്കിൽ പ്രാപ്യമായത്. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ ആമേൻ കൈവന്ന ധൈര്യമാണ് ഈ ധൈര്യം. എഫേസ്യ ലേഖനം 3:20 നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. എഫേസ്യർ 3:20, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ സകലതും ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവ്, ആ കർത്താവാണ് യേശുക്രിസ്തു എന്നുള്ള ധൈര്യമാണ് അവർക്ക് ആമേൻ ഈ ധൈര്യം ഉണ്ടാകാൻ, ആ യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ് ഈ ധൈര്യം ഉണ്ടാകാൻ ഒന്നാമത്തെ കാരണം. ഈ ധൈര്യം യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ശിഷ്യന്മാരൊക്കെ യേശുക്രിസ്തുവിന്റെ, പൗലോസല്ല മറ്റ് ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവരാണ്. അവർ യേശുവിൽ ഈ ധൈര്യം കണ്ടിട്ടുണ്ട്. യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത ധൈര്യം അവർ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 7:25-26 വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, യെരുശലേമ്യരിൽ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ. ആരാ? യേശു. യെരുശലേമ്യർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ, അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ, അവർ അവനോടൊന്നും പറയുന്നില്ല. ഇവൻ ക്രിസ്തു ആകുന്നു എന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ. നോക്കൂ, കൊല്ലുവാൻ നോക്കുന്നവരുടെ മുന്നിൽ നിന്ന് ധൈര്യത്തോടെ സംസാരിക്കുന്ന യേശു കർത്താവ്. അപ്പൊ അവരുടെ ധൈര്യത്തിന്റെ മാതൃക ആരാണ്? യേശു ക്രിസ്തുവാണ്. നമ്മിൽ ധൈര്യം അതിന് മാതൃക തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും അപ്പോസ്തലപ്രവൃത്തി 4:13 നമ്മൾ കാണുന്നത് അവരോട് ഇനി മേലാൽ ഈ നാമത്തിൽ സംസാരിക്കരുത് എന്നൊക്കെ അവരെ തർജ്ജനം ചെയ്തു, അടിച്ചു, കോൽ കൊണ്ട് അടിച്ചു, തടവറയിലൊക്കെ പാർപ്പിച്ചു, കോൽ കൊണ്ട് അടിച്ചിട്ട് ഇനി മേലിൽ ഈ നാമത്തിൽ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും
അവരെന്താ ചെയ്തത്? അവർ അത് തന്നെ ആവർത്തിച്ചു. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോ പത്രോസിലും യോഹന്നാനിലും ഒക്കെ ഈ ധൈര്യം വ്യാപരിച്ചു. പരിശുദ്ധാത്മാവ് നൽകിയ ധൈര്യം. നോക്കൂ, പൗലോസും ബർനബാസും യഹൂദന്മാർ അവരെ എതിർത്ത വേളകളിൽ ആ സമയത്തും അടങ്ങിയിരുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 13:46 പൗലോസും ബർനബാസും ധൈര്യത്തോടെ തങ്ങളെ എതിർത്ത യഹൂദന്മാരുടെ മുമ്പിൽ നിന്ന് യേശു തന്നെയാണ് സാക്ഷാൽ മശിഹ എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ പൗലോസും ബർനബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. പൗലോസും ബർനബാസും ധൈര്യം പൂണ്ടു. എപ്പോഴാ? യഹൂദന്മാർ അവർക്കെതിരെ വാദിച്ചു, തർക്കിച്ചു. നിങ്ങളുടെ ഈ സുവിശേഷം ഞങ്ങൾക്ക് ആവശ്യമില്ല, യേശുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കണ്ട് പൗലോസും ബർനബാസും അതോടെ പ്രസംഗം നിർത്തിപ്പോയില്ല. അവർ ധൈര്യം പൂണ്ട് പ്രസ്താവിക്കുകയാണ്, നിങ്ങൾ ഈ നിത്യജീവനെ ത്യജിച്ചു കളഞ്ഞാൽ, നിങ്ങൾ അതിന് അയോഗ്യരെന്ന് നിങ്ങൾ സ്വയം വെളിവാക്കിയതിനാൽ ഞങ്ങൾ ഇനി മറ്റ് വിഭാഗങ്ങളിലേക്ക്, ജാതികളിലേക്ക്, രാജ്യങ്ങളിലേക്ക് തിരിയുമെന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. തുടർന്ന് അവർ യൂറോപ്പ് വരെ സുവിശേഷം കൊണ്ടെത്തിക്കുന്നത് അതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ ധൈര്യത്തിന്റെ കാരണം എന്താണ്? ഈ ധൈര്യത്തിന്റെ കാരണം ദേഹത്തെ കൊല്ലുകയും ദേഹിയെ കൊല്ലുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ ഭയപ്പെടേണ്ട എന്ന് യേശു പറഞ്ഞ നിത്യജീവനെ കുറിച്ചുള്ള അറിവാണ്, അതിലുള്ള വിശ്വാസമാണ്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഇത് എല്ലാവർക്കും ഇല്ല. മരിക്കാൻ ഭയമില്ലാത്തതിന്റെ കാരണം എന്താ? ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ക്രൈസ്തവർ രക്തസാക്ഷികളാകുമ്പോഴും അവർ ധൈര്യത്തോടെ, പുഞ്ചിരിയോടെ അതിനെ അഭിമുഖീകരിക്കുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ശരീരത്തെ മാത്രമേ കൊല്ലാൻ കഴിയത്തുള്ളൂ. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് ഈ ശരീരത്തെ മാത്രമേ കൊല്ലാൻ കഴിയത്തുള്ളൂ, എന്നാൽ ആത്മാവിനെ കൊല്ലാൻ ലോകത്തിന് കഴിയത്തില്ല, മനുഷ്യർക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ശരീരത്തെ കൊല്ലാൻ മാത്രം കഴിയുന്ന മനുഷ്യരെ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഭയപ്പെടുന്നത് ദേഹത്തെയും ദേഹിയെയും രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ള, അതിന് പ്രാപ്തനായ ശക്തനായ ദൈവത്തെ ആണ് ഭയപ്പെടുന്നത്. ഇനി എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ധൈര്യം അവരുടെ ഇടയിൽ എന്ത് ചെയ്തു? വീരന്മാരായ ലീഡേഴ്സിനെ എഴുന്നേൽപ്പിക്കുവാൻ കാരണമായി തീർന്നു. എബ്രായർ 11:23 വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇസ്രായേൽ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ അവരുടെ ഇടയിൽ എങ്ങനെയാണ് നേതൃത്വം ഉയർന്നു വന്നത്? പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഭരണ സംവിധാനമോ കൊട്ടാരമോ രാജാവോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് അവരിൽ നിറഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവർ എഴുന്നേറ്റ് ന്യായപാലനം ചെയ്തു, ശത്രുക്കളോട് എതിർത്ത് നിന്നു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വച്ചു. വിശ്വാസത്താലാണ് അവര് രാജകൽപ്പന ഭയപ്പെടാതെ ശിശുവിനെ ഒളിപ്പിച്ചു വച്ചത് എന്നവിടെ എഴുതിയിരിക്കുക. അപ്പോ മോശയുടെ മാതാപിതാക്കളിൽ ദൈവം നൽകിയ ആ ധൈര്യം, അതിന്റെ അടിസ്ഥാനം അവരുടെ കണ്ണുകളിൽ അവർക്ക് ജനിച്ച ശിശു ദിവ്യസുന്ദരൻ എന്ന് കാണുവാൻ കഴിഞ്ഞതാണ്. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ ധൈര്യത്തിന്റെ അടിസ്ഥാനം. നാം എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മുടെ ധൈര്യത്തിന്റെ അടിസ്ഥാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകക്കാരെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഭയചകിതരായിത്തീരും. ഈ ലോകക്കാരല്ല ഞാൻ ഈ ലോകത്തിനുള്ളവനല്ല, ഈ ലോകം എനിക്കുള്ളതല്ല, ലോകം എനിക്ക് അനുകൂലമല്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, കാഴ്ചപ്പാടിന് മാറ്റം വരുമ്പോൾ, കണ്ണുകളിൽ വിശ്വാസം നിറയുമ്പോൾ, വിശ്വാസ കണ്ണുകളിലൂടെ ദൈവത്തിന്റെ വാഗ്ദത്ത വിഷയങ്ങളെ കാണുവാൻ തുടങ്ങുമ്പോൾ, ശിശു ദിവ്യസുന്ദരൻ എന്ന് മോശയുടെ മാതാപിതാക്കൾ കണ്ടതുപോലെ കാണുവാൻ തുടങ്ങുമ്പോൾ അവർ രാജകൽപ്പന പോലും ഭയപ്പെടാതെ
കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ച് വച്ചു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം ഇതുപോലുള്ള ധൈര്യശാലികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. 10-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളുന്നവർക്ക് മഹാപ്രതിഫലമുണ്ട്. ഗ്രേറ്റ് റിവാർഡ് ഉണ്ട്. മഹാപ്രതിഫലം അത് ഈ ഭൂമി കൊണ്ട് തീരുന്ന ഒരു പ്രതിഫലമല്ല, ഇവിടുത്തെ ഉയർച്ചകളല്ല. കർത്താവിന് വേണ്ടി അടികൊണ്ട, ഉപദ്രവിക്കപ്പെട്ട, തടവറവാസം അനുഭവിച്ച ഭൂരിഭാഗം പേരും ഇവിടെ വച്ച് മാനിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അവരിവിടെ പദവികളിലൊന്നും എത്തിയിട്ടില്ല. ഭൂരിഭാഗം പേരും ഇവിടെ സമ്പന്നരായി തീർന്നിട്ടൊന്നുമില്ല. ഒരുപക്ഷെ തടവറയിൽ തന്നെ അവർ മരിച്ചിട്ടുണ്ട്. ഉപദ്രവവും അപമാനവും സഹിച്ച് അവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുണ്ട്. മരണം വരെ അവർ ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും അപമാനത്തിലും ഉപദ്രവത്തിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിന്നാപാത്രങ്ങളായിരുന്നിട്ടുണ്ട്. പക്ഷെ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത്, ദ റിയൽ വെൽത്ത്, ഗ്രേറ്റ് വെൽത്ത് ഈസ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ ഉണ്ട് ഉത്തമ സമ്പത്ത്. അതുകൊണ്ട് ഈ ഭൂമിയിലെ സമ്പത്തുകളുടെ അപകാരമെല്ലാം സന്തോഷത്തോടെ സഹിച്ചവരെ മാതൃകയാക്കി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, യു ഓൾസോ ഹാവ് ഗ്രേറ്റ് റിവാർഡ് ഇൻ ഹെവൻ. അത് നഷ്ടപ്പെടുത്തരുത്. ആ പ്രതിഫലം എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. എപ്പോഴാണത് നഷ്ടപ്പെടുന്നത്? നമ്മൾ ഭയത്തെ അടിമപ്പെട്ട് കർത്താവിൽ നിന്ന് പുറകോട്ട് പോയാൽ റിവാർഡ് നഷ്ടപ്പെടും. കർത്താവിന്റെ ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് പോയാൽ റിവാർഡ് നഷ്ടപ്പെടും. യേശുവിനെ സാക്ഷിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയാൽ റിവാർഡ് നഷ്ടപ്പെടും. വിശ്വാസത്തിൽ നിന്ന് ഭയം നിമിത്തം പുറകോട്ട് പോയാൽ റിവാർഡ് നഷ്ടപ്പെടും, പ്രതിഫലം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുത്തരുത് എന്ന് എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികളെ പ്രബോധിപ്പിച്ചത് നമ്മുടെയും കാതുകളിൽ ഇന്നും മുഴങ്ങുകയാണ്. ഡു നോട്ട് ഗോ ബാക്ക്. ഡോണ്ട് ബി എ ബാക്ക് സ്ലൈഡർ. ഡോണ്ട് ഫ്ലീ ഫ്രം യുവർ കോളിംഗ്. ഡോണ്ട് ഗോ അവേ ഫ്രം ദ മിനിസ്ട്രി, ഫ്രം ദ വർക്ക് that God has entrusted on you. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന്, ആ മിഷനിൽ നിന്ന്, ആ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. പോയാൽ എന്താ സംഭവിക്കുന്നത്? നഷ്ടപ്പെടുത്തുന്നത് നിത്യമായ സൗഭാഗ്യം, നിത്യമായ പ്രതിഫലമാണ്. ഇവിടെ താൽക്കാലികമായ സമ്പത്ത് നഷ്ടപ്പെട്ടാലും സാരമില്ലെന്ന് വെച്ചാൽ ലഭിക്കുന്നത് ഉത്തമമായ, ശ്രേഷ്ഠമായ, നിത്യമായ പ്രതിഫലമാണ്. ഇതാണ് എബ്രായ ലേഖന കർത്താവ് ഓർപ്പിക്കുന്നത്. അപ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണെങ്കിൽ പൂർണ്ണ ധൈര്യം പൂണ്ട്, ഇതിലൊന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്. അടുത്ത പദപ്രയോഗം നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അടുത്ത പദപ്രയോഗം ഫിലിപ്പിയർ 1:20 മടങ്ങി വരാം. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ. പൗലോസ് അപ്പോസ്തലൻ തന്റെ ശരീരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ. നമുക്ക് എല്ലാവർക്കും ശരീരം ഉണ്ടല്ലേ? വി ഓൾ ഹാവ് എ ബോഡി. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ഭൗമിക ശരീരം, ഭൗതിക ശരീരം, ഫിസിക്കൽ ബോഡി ആവശ്യമാണ്. എങ്കിലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ ശരീരം മരിക്കുമ്പോൾ ഈ ഭൂമിയിലെ വാസം അവസാനിക്കും. ഈ ഭൗമവാസം, നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതോടുകൂടെ, ശ്വാസം നിലയ്ക്കുന്നതോടുകൂടെ, ബ്രെയിൻ ഡെത്തോടുകൂടെ ഈ ശരീരത്തിലെ വാസം അവസാനിക്കും. പക്ഷേ ഇവിടെ ജീവിക്കുന്നിടത്തോളം നമുക്കൊരു ശരീരം ദൈവം തന്നിട്ടുള്ളത് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന ഇവിടെ കാണുന്നത്, മരണത്താലാകട്ടെ, ജീവനാലാകട്ടെ, മരണത്താലാകട്ടെ, എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയും യേശുവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ശരീരം. മൈ ബോഡി ഈസ് ഫോർ ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളോട് പറയണം, കണ്ണിനോട് പറയണം, മൈ ഐസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്, മൈ ഇയേഴ്സ് ഫോർ ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, മൈ ടങ് ഫോർ ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പിന്നെന്താ? അങ്ങനെയെല്ലാം, മൈ സ്കിൻ, മൈ ഹാൻഡ്, മൈ ലെഗ്സ്, മൈ ഹാർട്ട്, മൈ ബ്രെയിൻ, എവറിത്തിങ്. എന്റെ ഈ ബോഡി ഫോർ ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടി. ഇതെപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഡോണ്ട് ഗീവ് these parts of body for the glory of this world, for sin, for
റിബല്യസ്നെസ് ടു ഗാഡ്. അങ്ങനെ യാതൊന്നിനും ഡു നോട്ട് ഗീവ് യുവർ parts of body as the instruments of Satan. Instead, give those, parts of body for the glory of God's kingdom. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ബോഡിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഈ ബോഡിയെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം. ദൈവം നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു ബോഡി തന്നിരിക്കുക. യേശു ഈ ഭൂമിയിൽ വന്നപ്പോ, യേശു ഈ ഭൂമിയിൽ വെളിപ്പെട്ട ഒരു ശരീരമുണ്ട് അല്ലേ? ഹി മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അവൻ ശരീരത്തിൽ വെളിപ്പെട്ടു. ആ ശരീരത്തിലാണ് കർത്താവ് എന്ത് ചെയ്തത്? നമ്മുടെ പാപം വഹിച്ചത്. അപ്പൊ യേശുവിന്റെ ശരീരത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. യേശു മനുഷ്യ ശരീരത്തിൽ വരാതിരുന്നെങ്കിൽ പാപത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല, നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. യേശു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ശരീരത്തിൽ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം ആ ശരീരത്തിൽ ആണ് ശിക്ഷ വിധിക്കുന്നത്. ആ ശരീരം ഇനി യേശുവിനെ കർത്താവായി സ്വീകരിക്കാതെ മരിച്ചു പോകുന്നവർ അതോടുകൂടെ മണ്ണിൽ ആണ്ട് പോകുമല്ലോ. നമ്മൾ അവിടേക്ക് വരുന്നുണ്ട്, ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഇപ്പോഴേ ഒന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് അതോടുകൂടെ അയാളുടെ ശരീരം മണ്ണിൽ അമർന്നു പോയി. പക്ഷേ നോട്ട് യെറ്റ്. ഇറ്റ്സ് നോട്ട് ടോട്ടലി demolished, not totally declined or perished. It has a resurrection. A bodily resurrection is even for the sinners, unrighteous people. ശരീരത്തോടു കൂടിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പാപികൾക്കും ഉണ്ട്. അത് എപ്പോഴാണെന്നറിയാമോ? In the book of Revelation chapter 20 you read when they will be resurrected. അപ്പോൾ റിസറക്ഷൻ നീതിമാന്മാർക്ക് മാത്രമല്ല, അൺറൈച്ചസ് ആയിട്ടുള്ളവർക്കും വിക്കഡായിട്ടുള്ളവർക്കും യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്തവർക്കും ശരീരത്തോടു കൂടിയ ഒരു പുനരുത്ഥാനമുണ്ട്. അപ്പൊ ശരീരത്തിന് പ്രാധാന്യമുണ്ട്. ഈ ശരീരത്തിന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല പ്രാധാന്യം, ഇതിനു ശേഷവും പ്രാധാന്യമുണ്ട്. പക്ഷെ അല്പ രീതിക്ക് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. നമുക്ക് തേജസ്സോടു കൂടിയ, നീതിമാന്മാർ തേജസ്സിൽ ഉയർക്കുമ്പോൾ അപമാനത്തിൽ ആയിരിക്കും അവർ ഉയർത്തു വരുന്നത്. ശിക്ഷാവിധിക്ക് വേണ്ടി ആയിരിക്കും അവർ ഉയർത്തു വരുന്നത്. അവർ ശരീരത്തോടു കൂടെയാണ് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നരകത്തിൽ, ഇറ്റേണൽ ഫയറിൽ, ഇറ്റേണൽ ഹെല്ലിൽ. ശരീരത്തോടു കൂടി ഒരു ശിക്ഷ വിക്കഡായിട്ടുള്ളവർക്കുണ്ട്. അതിനുവേണ്ടി അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. അപ്പോ ശരീരത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് യേശു ശരീരത്തിൽ വെളിപ്പെട്ട് ശരീരത്തിൽ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് നമ്മുടെ പാപം വഹിച്ച് ശരീരത്തിൽ ക്രൂശിൽ കയറി ക്രൂശിതനായി മരിച്ചത്. യേശു ഭൂമിയിൽ ജഡശരീരത്തിൽ വന്നതിന്റെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരത്തിന് പ്രാധാന്യമുണ്ട്. ഈ ശരീരത്തിലെ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് പ്രാധാന്യമുണ്ടെന്ന് മറന്നു പോകരുത്. യുവർ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ഗാഡ്. അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുക, എന്റെ ശരീരത്തിൽ യേശു മഹത്വപ്പെടണം. നമ്മൾ പറയണം, കർത്താവിന്റെ ശരീരത്തിൽ മഹത്വപ്പെടണം. അപ്പോ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം, ആത്മീയമായി മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് നമുക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരോഗ്യത്തോടെ സൂക്ഷിക്കണം അല്ലെ? ശരീരം, കാരണം ഈ ശരീരം ഉണ്ടെങ്കിലാണ് നമുക്ക് കർത്താവിനെ സാക്ഷിക്കാൻ കഴിയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കർത്താവിനെ സാക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ജീവനോടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പരമലക്ഷ്യവും അതായിരിക്കണം. തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രമാണ് ഈ ശരീരം എന്ന് ചിന്തിക്കരുത്. ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ശരീരം എന്ന് ചിന്തിക്കരുത്. മക്കളെ വളർത്താനും കുടുംബജീവിതം നയിക്കാനും വേണ്ടി മാത്രമാണ് ഈ ശരീരം എന്ന് ചിന്തിക്കരുത്. അതെല്ലാം ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ അതുമുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി ഈ ശരീരമുണ്ടെങ്കിലാണ് യേശുവിനെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ എൻ്റെ BTH ചെയ്യുന്ന ഒരു സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച, ഹോമിലിറ്റിക്സ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ, ഡേവിഡ് രാജ് എന്നാണ് ആ സാറിന്റെ പേര്. ഡേവിഡ് സാറ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, യുവർ ബോഡി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഏരിയ ഓഫ് ഡെലിവറിങ് ദിസ് സർമൺ. നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങണം. അദ്ദേഹം പറഞ്ഞതാ, പ്രോപ്പറായിട്ട് ഉറങ്ങണം. ഒരു മനുഷ്യന് 6 to 8 hours ഒരു ദിവസം ഉറങ്ങണമെന്നാണ്. അല്ലാതെ ആൽബർട്ട് ഐൻസ്റ്റീനെയൊക്കെ പോലെ ഉള്ള മഹാന്മാരായ അസാധാരണ IQ ഉള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് കുറച്ചുറങ്ങിയാൽ മതിയായിരിക്കും. അങ്ങനെയുള്ളവർ കുറച്ചുറങ്ങിക്കോട്ടെ. പക്ഷേ നോർമൽ ആയിട്ട് സാധാരണഗതിയിൽ എല്ലാവരും, അദ്ദേഹം പറഞ്ഞതാണ്, 6 to 8 hours മേക്ക് ഷുവർ
ചിലപ്പോൾ ഇടയ്ക്ക് വല്ല അപൂർവ സാഹചര്യങ്ങളിൽ യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വ്യത്യാസം വരാം. പക്ഷെ ഒരു നോർമൽ കോമൺ ഡേ ടു ഡേ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 6 to 8 hours ഉറങ്ങണം, കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണം. ശരീരത്തിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കിട്ടണം, തലച്ചോറിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കിട്ടണം. അതുപോലെ നമ്മുടെ ശരീരത്തെ, പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ തൊണ്ടയെ സംരക്ഷിക്കണം. ത്രോട്ട് വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ രീതിക്കൊക്കെ വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ DNA-യും വളർന്ന സാഹചര്യവും, അങ്ങനെ കഴിക്കുന്ന ആഹാരം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ആ കെമിസ്ട്രി വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ സാഹചര്യം, ചിലർക്ക് തണുത്ത വെള്ളം കുടിച്ചാലായിരിക്കും ത്രോട്ട് ക്ലിയർ ആയിരിക്കുന്നത്. ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എന്നാൽ ചൂടുവെള്ളം കുടിച്ചാലേ ത്രോട്ട് ഹെൽത്തി ആയിരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളത് സൂക്ഷിക്കണം. യാത്രയിൽ ഫ്ലാസ്കിൽ വെള്ളം കരുതണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ പഴയ ആൾക്കാർ പറയും. വിതൗട്ട് ക്യാൻവാസ് യു കനോട്ട് ഡ്രോ ദി പിക്ചർ. സോ ബി കെയർഫുൾ ടു കീപ് യുവർ ക്യാൻവാസ് ഹെൽത്തി ആൻഡ് സേഫ്. ഹല്ലേലൂയ. ശരീരത്തെ സൂക്ഷിക്കണം. അതിന് ആവശ്യത്തിന് ആഹാരം കഴിക്കണം, സമീകൃതമായ ആഹാരം കഴിക്കണം. ശരീരത്തിനെല്ലാ പ്രോപ്പറായ ബാലൻസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള സമീകൃതമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കണം. പിന്നെ എക്സർസൈസ് വേണം, മസിൽസ് സ്ട്രോങ് ആയിരിക്കണം, ഹാർട്ട് സ്ട്രോങ് ആയിരിക്കണം, നമ്മുടെ ലിവർ സ്ട്രോങ് ആയിരിക്കണം, കിഡ്നി സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. ശരീരത്തിന് ആവശ്യമായ എക്സർസൈസ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള എക്സർസൈസ് വേണം. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം നമ്മുടെ കയ്യിൽ ഒരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ സൂക്ഷിക്കും? നിങ്ങൾക്ക് വിലയേറിയ ഒരു കാര്യം ഒരാൾ ഗിഫ്റ്റായിട്ട് തന്നു, അത് നമുക്ക് ഉപയോഗിക്കാം എന്ന് അത് കുറെ നാൾ കഴിയുമ്പോൾ അത് തിരിച്ച് ഏൽപ്പിക്കുകയും വേണം. നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കും? അതിന് കുഴപ്പമൊന്നും പറ്റാതെ, ഡാമേജ് ആകാതെ, ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അത് സൂക്ഷിക്കും. ഇതുപോലെ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ അതിനെ ഹെൽത്തിയായി സേഫായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എനിവേ, പ്രധാന വിഷയം അവിടെ അല്ല. ഞാൻ വന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്, ശരീരത്തെ നമ്മൾ സംരക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. ചിലർ ശരീരത്തെ ഒട്ടും കെയർ ചെയ്യാത്തവരുണ്ട്. പ്രോപ്പറായിട്ട് ഉറങ്ങാതെ, തോന്നിയ പോലെയൊക്കെ ആഹാരം കഴിച്ച്, ഡോക്ടർ ബോർഡറിലാണെന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കാതെ, ഐസ്ക്രീം ഇഷ്ടം പോലെ കഴിച്ച് ഒക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കുന്നില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഇറ്റ് ഈസ് സിൻ, പാപമാണ്. ബൈബിൾ പറയുന്നു നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, അതിനെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യാനായിട്ട് 30 മിനിറ്റെങ്കിലും മാറ്റിവെക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മോട്ടോർ സൈക്കിൾ ഇല്ലായിരുന്നു, മോട്ടോർ വെഹിക്കിൾ ഇല്ലായിരുന്നു, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നല്ലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. അവർക്ക് നടക്കാൻ മലകളും കുന്നുകളും താഴ്വരകളും ഉണ്ടായിരുന്നു. യേശു ഒരു ദിവസം 20 മൈൽ വരെയൊക്കെ നടന്നാണ് ശുശ്രൂഷ ചെയ്തത്. അപ്പൊ യേശുവിന്റെ ശരീരത്തിന്റെ ആരോഗ്യം ഒന്ന് നോക്കിയേ. ഒരു ദിവസം 20 മൈലൊക്കെ നടക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇച്ചിരി ചിലപ്പോൾ കൂടെ 15 മൈലൊക്കെ നടന്നിട്ടുണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട്. 3 ദിവസം തുടർച്ചയായിട്ട് 5000-ത്തിലധികം, 10-15,000 എന്നാണ് കൂട്ടുന്നത്, അത്രയും വരുന്ന ജനത്തോട് പ്രസംഗിക്കാനും അവരുടെ രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും തുടർച്ചയായി 3 ദിവസം. അതിനിടയ്ക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 3 ദിവസങ്ങൾ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ, ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് പതിയെ നിങ്ങളോട് പറഞ്ഞാൽ മതി, നിങ്ങളുടെ മുറിയിൽ അത് മുഴങ്ങി കേൾക്കും. അത്രയും ആധുനിക സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇതൊന്നുമില്ലാതെ യേശു പ്രസംഗിക്കണമെങ്കിൽ യേശുവിന് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നു, അല്ലെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ സൂക്ഷിക്കണം. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ശരീരത്തിന് കേടുപറ്റുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിള് ഞാൻ വായിച്ചത്, ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് ടുബാക്കോ, അതുപോലെ ആൽക്കഹോൾ, ഇതൊക്കെ ശരീരത്തെ ദോഷപ്പെടുത്തുന്നതാണ്, മലിനപ്പെടുത്തുന്നതാണ്, ഉപദ്രവിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അറിഞ്ഞാലും അതിനെ ഗണ്യമാക്കാതെ, നമ്മൾ ഇതിനേക്കാൾ അപകടകാരികളായ ചിലതിനെ അമിതമായി ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് പഞ്ചസാര എന്ന് എഴുതിയിരിക്കുന്നത്, ഷുഗർ.
ജിലേബിയും ലഡുവും കേക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് നിന്ന് മാറാതെ നിൽക്കുമ്പോൾ നമ്മൾ മദ്യപിക്കുന്നവരെ ചെയ്യുന്നത് പോലെ പാപം ചെയ്യുകയാണ്. ആവശ്യത്തിന് കഴിക്കുന്നതിനെ കുറിച്ചല്ല, അമിതാഹാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തീത്തോസ് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവരുടെ ദൈവം വയറ് എന്ന് പറയുന്നുണ്ട്. അവരുടെ വയറാണ് അവരുടെ ദൈവം. ദർ ബെലി ഈസ് ദർ ഗാഡ്. അപ്പോ അവർക്ക് വയറ് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വയറിന്റെ ഉദരസേവ ചെയ്യുന്നവർ എന്ന് പറയാം. പ്രൈസ് ലോർഡ്. എനിവേ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ എന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. മൈ ബോഡി, എന്റെ ശരീരം. ആമേൻ. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ കോമൺ ആയിട്ട് പറഞ്ഞു വിട്ടതിൽ ചില കാര്യങ്ങൾ ബിബ്ലിക്കലായിട്ട് ബൈബിളിൽ നിന്ന് റെഫറൻസ് എടുത്ത് ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് ക്രിയേഷൻ. നമ്മുടെ ശരീരം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മുടെ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 2:7 ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ, പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. ഹല്ലേലൂയ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മുടെ ശരീരം. 2, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവന്റെ ശരീരം ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. 1 Corinthians 6:19-20 നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല. ആമേൻ. അപ്പൊ അവിടെ ശരീരത്തെ കുറിച്ചാണോ പറയുന്നത് എന്ന് നമുക്ക് ചിന്ത വരും. ശരീരം ഉൾപ്പെടെയുള്ള നമ്മെ കുറിച്ചാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് ബോഡി. കാരണം അവിടെ തന്നെ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, ശരീരം കൊണ്ട് പാപം ചെയ്യരുത്. നിന്റെ ശരീരം, ക്രിസ്തുവിന്റെ അവയവം എടുത്ത് വേശ്യയ്ക്ക് കൊടുക്കരുതെന്ന ആ ഭാഗത്താണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം അതിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞ എന്റെ ശരീരം എന്ന് പറയുമ്പോൾ തന്നെ ഇത് എന്റെ ശരീരമല്ല, ദൈവത്തിന്റെ ശരീരമാണ്. ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 1 Corinthians 3:17 നമ്മളതാണ് കാണുന്നത്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ഹൂഎവർ ഡിസ്ട്രോയ് ഗോഡ്സ് ടെമ്പിൾ ഗോഡ് ഓൾസോ വിൽ ഡിസ്ട്രോയ് ഹിം. ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവം വിലയ്ക്ക് വാങ്ങിയ ശരീരത്തെ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരത്തെ, ശരീരമാകുന്ന ദൈവത്തിന്റെ ടെമ്പിളിനെ, ദൈവത്തിന്റെ മന്ദിരത്തെ ആരെങ്കിലും നശിപ്പിച്ചാൽ ദൈവം അവനെ നശിപ്പിക്കുമെന്ന് സീരിയസ് വാണിംഗ് അപ്പോസ്തലനായ പൗലോസ് അവിടെ നൽകുകയാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളിലും, അത് പാപം ആകട്ടെ, മറ്റേതെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളാകട്ടെ, പാപത്തിൽ രമിക്കരുത്. ശരീരത്തിന്റെ അവയവങ്ങളെ പാപത്തിന് വിട്ടുകൊടുക്കരുത്. എങ്കിൽ ദൈവവും അവനെ നശിപ്പിക്കുമെന്ന് സീരിയസ് ആയിട്ട് വാണിംഗ് നൽകിയിരിക്കുകയാണ്. ഇനി ഈ ശരീരം മണ്ണിലേക്ക് മടങ്ങിച്ചേരും. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനോട് പറയുകയാണ്, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ഉൽപ്പത്തി 3:19 3:19 of book of Genesis. You were taken out of dust and you will return to the dust. ഹല്ലേലൂയ. നീ മണ്ണിലേക്ക്, പൊടിയിലേക്ക് മടങ്ങിച്ചേരും. എക്ലീസിയാസ്റ്റസ് chapter 12:7 സഭാപ്രസംഗി 12:7 ആമേൻ. പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ബിഫോർ ഇറ്റ് വിൽ റിട്ടേൺ ടു ദ ഡസ്റ്റ്. ബോഡിയെ കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പൊ ബോഡി, ശരീരം എന്ത് ചെയ്യും? മണ്ണിലേക്ക് മടങ്ങിച്ചേരും. ദൈവശാസ്ത്രകാരന്മാർ ശരീരത്തിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ബോഡിക്കൊരു ഡെഫിനിഷൻ ദൈവശാസ്ത്രകാരന്മാർ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, അവർ ബോഡി ഈസ് ഗോഡ് ക്രിയേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഓഫ് എർത്ത് ഓർ ഡസ്റ്റ്. നമ്മുടെ ശരീരം ദൈവം സൃഷ്ടിച്ചതാണ്, അത് മണ്ണിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് നരിഷ്ഡ് ബൈ ദി earthly things or by the earth. It is nourished by earthly things. ഈ ഭൂമിയിലെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ നരിഷ് ചെയ്യപ്പെടുന്നത്. നമ്മൾ കഴിക്കുന്ന മട്ടൻ ബിരിയാണി ആണേലും, ബാർബിക്യൂ ചിക്കൻ ആണേലും, അല്ല പയറും കഞ്ഞിയും ആണേലും, നല്ല ഫ്രൂട്ട്സ് ആണേലും, വെജിറ്റബിൾസ് ആണേലും, എല്ലാം എവിടെ നിന്ന് എടുത്തിരിക്കുന്നതാ? മണ്ണിൽ നിന്ന് ഉൽപ്പാദിതമായതാണ്. ഇറ്റ് ഈസ് നരിഷ്ഡ് ബൈ ദി എർത്ത് ഓർ ബൈ ദി സോയിൽ. മണ്ണിനാൽ പരിപോഷിക്കപ്പെടുന്നതാണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് അവയർനെസ് അബൌട്ട് ദ ബോഡി, അബൌട്ട് ദി എർത്ത്.
ഇറ്റ് ഗീവ്സ് അവയർനെസ് അബൌട്ട് ദി എർത്ത്. എപ്പോഴും മണ്ണിനെ കുറിച്ച്, ഓൾവേസ് ഇറ്റ് acknowledges us, reminds us about the earth. മണ്ണിനെ കുറിച്ച് ബോധം വരുത്തും. എങ്ങനെയാ മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്നത്? ഈ ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളും, അയണും മഗ്നീഷ്യവും എല്ലാം ഈ മണ്ണിലുള്ളതാണ്. മണ്ണിനെ കുറിച്ച് ബോധം വരുത്തും. ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നുമ്പോൾ മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്നതാണ്. ഇവിടെ നിന്നുണ്ടെങ്കിലേ അവയെ നരിഷ്യപ്പെടത്തുള്ളൂ. മണ്ണിനെ കുറിച്ച് ബോധം വരുത്തും. നമ്മൾ എവിടെയും ഇറങ്ങുമ്പോ, എടുത്ത് ചാടുമ്പോ വന്ന് നിൽക്കുന്നത്, ലാൻഡ് ചെയ്യുന്നത് ഭൂമിയിലാണ്. മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്നു. മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ പഴയ ആൾക്കാർ പറയും, ആകാശം മുട്ടെ പറന്നാലും ഗിഫ്റ്റ് മേടിക്കണമെങ്കിൽ താഴെ വരണമെന്ന്, സമ്മാനം മേടിക്കണമെങ്കിൽ ഭൂമിയിൽ വരണമെന്ന് പറയും. ശരീരം മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്നതാണ് എല്ലാ രീതിയിലും. ഇറ്റ് ഗീവ്സ് or it reminds us about the earth. It always talks us, you are earth, taken out of earth, you will return to the earth എന്ന് പറയുന്നതാണ്. പിന്നെ മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നതാണ്. when it dies it return to the earth. ശരീരത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം സൃഷ്ടിച്ച, മണ്ണിൽ നിന്ന് എടുത്തിട്ടുള്ള, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്ന, മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്ന, മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നതാണ് ഈ ശരീരം. ഹല്ലേലൂയ. ഇവിടെ ആവർത്തിക്കാം. ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്ന, മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്ന, മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നതാണ് ഈ ശരീരം. ഹല്ലേലൂയ. അപ്പോ ഇറ്റ് വിൽ റിട്ടേൺ ടു ദ എർത്ത്. ഇത് മണ്ണിലേക്ക് മടങ്ങിച്ചേരും. എന്നാൽ ഈ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ആക്ട്സ് 24:15 പൗലോസിന്റെ വൺ ഓഫ് ദി സെർമൺസ് ആണ്, ബ്യൂട്ടിഫുൾ സെർമൺസ് ആണ്. തന്റെ വാദപ്രതിവാദ മധ്യേ പറയുന്നതാണ്. കോടതി മുമ്പാകെ വിസ്തരിക്കുമ്പോൾ പറയുന്നതാണ്. ശക്തമായി പ്രതിരോധിക്കുന്നതാണ്. അപ്പോൾ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ശരീരത്തോടുകൂടിയ പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും കാത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. പരീശന്മാരും ഒക്കെ ഉള്ള സദസ്യരോട് പൗലോസ് അപ്പോസ്തലൻ പ്രതിവാദം നടത്തുമ്പോൾ, ഡിഫെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവരൊക്കെ വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിച്ച് കാത്തിരിക്കുന്നു. എന്താണ് കാത്തിരിക്കുന്നത്? നീതിമാന്മാർക്കും നീതികെട്ടവർക്കും ശരീരത്തോടു കൂടിയ പുനരുദ്ധാനമുണ്ട്. അപ്പോ ഈ ബോഡിക്ക് ഒരു റിസറക്ഷൻ ഉണ്ട്. അത് മണ്ണിലേക്ക് തിരികെ പോയാലും ഇറ്റ് ഹാസ് എ റിസറക്ഷൻ. ബോഡിയിൽ റിസറക്ഷൻ. അത് റൈച്ചസ് ആയാലും അൺറൈച്ചസ് ആയാലും, സേവ്ഡ് ആയാലും നോൺ സേവ്ഡ് ആയാലും ശരീരത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പക്ഷെ ആ ഉയർപ്പിന് വ്യത്യാസമുണ്ട്. ഉയർക്കുന്ന രീതിക്ക്, ഉയർക്കുന്ന സമയത്തിനൊക്കെ വ്യത്യാസമുണ്ട്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതിൽ നീതിമാന്മാരുടെ പുനരുദ്ധാനം, അതിന് പല നിരകളുണ്ട് എന്ന്, there are different stages for the resurrection of the righteous. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിന് പല സ്റ്റേജസ് ഉണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. 1 Corinthians 15:23. നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും, അല്ലെങ്കിൽ നമ്മുടെ എസ്കറ്റോളജി, നമ്മെക്കുറിച്ചുള്ള ഫ്യൂച്ചറിനെ കുറിച്ചും പഠിക്കുമ്പോൾ 1 Corinthians chapter 15 is one of the most important chapters in the Bible, which talks us about, or which reveals about the future of ourself, our body, our eternity, our resurrection. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് 1 Corinthians chapter 15. എല്ലാവരും അത് പലതവണ ആവർത്തിച്ച് വായിക്കാൻ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ 15:23 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, our resurrection has different stages. പല കാലഘട്ടങ്ങളുണ്ട്, പല നിരകളുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. there are different stages. പല നിരകൾ ഉണ്ട് എന്ന് 15:23 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോരുത്തരും താന്റെ നിരയിൽ അത്രേ. there are different rows, different time stages in our resurrection. അതിൽ ആദ്യത്തെ സ്റ്റേജ് ഏതാ? ആദ്യ ഫലം ക്രിസ്തു. ക്രൈസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. ആദ്യം ഉയർത്തെഴുന്നേറ്റത് ആരാ? യേശു ക്രിസ്തുവാണ്. ആദ്യമായി ഉയർത്തെഴുന്നേറ്റത്, മരണത്തെ ജയിച്ച് ശരീരത്തിന്റെ പുനരുദ്ധാനം ആദ്യമായി സംഭവിച്ചത് ആർക്കാണ്? യേശു ക്രിസ്തുവിനാണ്. അപ്പൊ ആദ്യ ഫലം, ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ക്രൈസ്റ്റ്. അടുത്ത രണ്ടാമത്തെ നിര ഏതാ? 23 അടുത്ത ഭാഗം നമ്മൾ കാണുന്നത്, പിന്നെ ക്രിസ്തുവിനുള്ളവർ
അവന്റെ വരവിങ്കൽ, then at his coming those who are of Christ, ക്രിസ്തുവിനുള്ളവർ യേശുവിന്റെ വരവിങ്കൽ, അതാണ് രണ്ടാമത്തെ സ്റ്റേജ് റിസറക്ഷന്റെ, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിന്റെ. ഇത് അൺഗോഡ്ലി അല്ലെങ്കിൽ നോൺ സേവ്ഡ് ആയിട്ടുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. ദോസ് ഹു ആർ ബിലോങ് ടു ക്രൈസ്റ്റ്, ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ഫ്രൂട്ട്, ദ റിസറക്ഷൻ, ഫസ്റ്റ് fruit, or the first fruit of resurrection is Christ. Then those who are belong to Christ, യേശുവിനുള്ളവർ പിന്നെ അവന്റെ വരവിങ്കൽ, അറ്റ് ഈസ് കമ്മിങ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ അത് സംഭവിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 16 and 17. യേശുവിന്റെ വരവിങ്കൽ എന്ത് സംഭവിക്കുന്നു എന്ന് അവിടെ പറയുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എന്നാളും കർത്താവിന്, എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ കർത്താവിന്റെ വരവിങ്കൽ ആണ് അടുത്ത പുനരുദ്ധാനം എന്നുള്ളത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് നിരയായി, വിശുദ്ധന്മാരുടെ പുനരുദ്ധാനത്തിന്റെ രണ്ട് നിരയായി അല്ലെ. ഒന്ന് യേശു, ആദ്യത്തെ നിര, ആദ്യ ഫലം ക്രിസ്തു. രണ്ട്, ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ. ഇനിയും ഒരു നിരയുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും വിശുദ്ധന്മാരുടെ പുനരുദ്ധാനത്തെ കുറിച്ച്. അവിടെ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് 4 and 5. അതാ അടുത്ത നിര എന്ന് പറയുന്നത്. റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 4 and 5. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അപ്പൊ ആത്മാക്കൾ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാണു എന്നാ പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ആരാ? നീതിമാന്മാരല്ലാത്തവർ. അവര് ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ വരവിങ്കൽ ക്രിസ്തുവിനുള്ളവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. യേശുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് അടുത്തൊരു കൂട്ടം പേർ കർത്താവിനായി രക്തസാക്ഷികളായവർ. അപ്പോ യേശുവിന്റെ വരവിങ്കൽ അതുവരെയുള്ള വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്ക് വന്ന 1000 വർഷം ഭരിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാലയളവ് ഇവിടെ ഉണ്ട്. മഹാപീഡന കാലയളവെന്നും മഹോപദ്രവ കാലയളവെന്നും ഒക്കെ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ കാലയളവിലൊക്കെ രക്തസാക്ഷികളാകുന്നവരുണ്ട്, യേശുവിന് വേണ്ടി മരിക്കുന്നവരുണ്ട്. അവരെ കുറിച്ചാണ് പറയുന്നത്. യേശു ഈ ഭൂമിയെ ഭരിക്കാൻ 1000 ആണ്ട് ഭരിക്കാൻ വരുന്ന സമയത്ത് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. എന്നാൽ ആ കാലഘട്ടത്തിലും അതിനു മുൻപും ഒക്കെ മരിച്ചിട്ടുള്ള ദുഷ്ടന്മാരൊന്നും അപ്പോഴെന്ത് ചെയ്തിട്ടില്ല. ദുഷ്ടന്മാരെന്ന് പറയുമ്പോൾ തിയോളജിക്കൽ ടേമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തിയോട് ദുഷ്ടന്മാരല്ല, യേശുവിനെ സ്വീകരിക്കാത്തവർ. അപ്പോഴും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് അവിടെ പറയുകയാണ്. ഇതൊന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അടുത്ത നിര പുനരുദ്ധാനം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇനി യേശു 1000 ആണ്ട് ഭൂമിയെ ഭരിക്കുമ്പോ ഉള്ളവരുടെ കാര്യമോ? അപ്പോഴും വൃദ്ധൻ, ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ 1000 വർഷം ഭരണത്തിൽ ആയുസിന് 100 വർഷത്തെ ആയുസ് മിനിമം ഗ്യാരണ്ടി ആണെന്നാണ് പ്രവാചകന്മാർ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മരിക്കുന്ന വിശുദ്ധരായിട്ടുള്ളവരുടെയൊക്കെ പുനരുദ്ധാനം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇവരെല്ലാം കൂടെ ചേർന്ന് ഒടുവിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന മഹാസിംഹാസനം മുൻപാകെ വരും, ഗ്രേറ്റ് വൈറ്റ് ത്രോണിന്റെ മുൻപാകെ വരും. അവിടെ നിന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകം വേർതിരിക്കും. അല്ലാത്തവരുൾപ്പെടെ ആദാം മുതൽ ഇങ്ങോട്ട് മാനവരാശി ഉണ്ടായ കാലം വരെയുള്ള സകല
ക്രിസ്തു ഇല്ലാത്ത, ദൈവമില്ലാത്ത, നീതിമാന്മാരല്ലാത്ത, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം രക്ഷ പ്രാപിക്കാത്ത സകലരും അവിടെ വച്ച് അവരുടെ പേര് ജീവപുസ്തകത്തിൽ കാണത്തില്ല, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ കാണത്തില്ല. അവരെല്ലാവരും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നിത്യശിക്ഷാവിധി അനുഭവിക്കാൻ നരകത്തിന്റെ പല അറകളിലേക്ക്, പല സെല്ലുകളിലേക്ക്, നരകത്തിൽ പല പ്രസൻസ് ഉണ്ട്, അതിലേക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നിത്യദണ്ഡനത്തിനായി, നിത്യശിക്ഷയ്ക്കായി അവിടെ ന്യായവിധിയിൽ അവരെ ന്യായം വിധിച്ചവരെ അവിടേക്ക് മാറ്റും, അവിടേക്ക് തള്ളിയിടും. അതാണ് പുനരുദ്ധാനത്തിന്റെ വിവിധ സ്റ്റേജസ്. അതിൽ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ പ്രധാനമായിട്ടും പൗലോസ് അപ്പോസ്തലൻ എന്റെ ശരീരം ക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടി അത് മരിച്ചാലും ജീവിച്ചാലും എന്ന് പറഞ്ഞതുപോലെ നമുക്കും ഒരു തീരുമാനമുണ്ടാകട്ടെ. ഈ ശരീരം ദൈവം സൃഷ്ടിച്ചതാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ ശരീരം കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണ്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിനായി നമുക്ക് ജീവിക്കാം. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്താം. കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് സഹായിച്ചു കൂടിയിരിക്കുമാറാകട്ടെ.